ഹലോ, ഞാൻ ഷിറിൻ ഡേവിസ്. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനൊരു വീഡിയോ വളരെ ആവശ്യമാണെന്ന് പലരും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് NRIസിന് വേണ്ടി ഒരു കംപ്ലീറ്റ് ഇൻഫോർമേറ്റീവായ, അതായത് NRI ഇൻവെസ്റ്റ്മെൻറ്റ് മേഖലയിലും ബാങ്കിങ് സേവനത്തെക്കുറിച്ചും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വെൽക്കം ടു അവർ ചാനൽ ദ മണി കോൺട്രറിയൻസ്. പുറമെ ജോലി ചെയ്യുന്ന ഒരാൾ നിങ്ങളൊരു NRI ആണോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അപ്പോൾ അതിന് ആദ്യം ആരാണ് ഒരു റെസിഡൻറ്റ് ഇന്ത്യൻ എന്ന് നമുക്ക് നോക്കാം. അതൊരു വ്യക്തി 182 ദിവസമോ അതിൽ കൂടുതലോ ഇന്ത്യയിൽ താമസിക്കുകയോ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക വർഷത്തിൽ അല്ലെങ്കിൽ അതിന് മുൻപുള്ള 4 വർഷങ്ങളിൽ കുറഞ്ഞത് 365 ദിവസമെങ്കിലും ഒരു വർഷത്തിൽ 60 ദിവസമെങ്കിലും ആ വ്യക്തി ഇന്ത്യയിലാണെങ്കിൽ ആ വ്യക്തിയെ നമുക്കൊരു റെസിഡൻറ്റ് എന്ന് വിളിക്കാം. അപ്പോൾ ഇനി ആരാണ് NRI? അതായത് ഒരു വ്യക്തിയെ ഇന്ത്യയിലെ താമസക്കാരനായിട്ട് പരിഗണിക്കുന്നതിന് മുകളിൽ പറഞ്ഞ വ്യവസ്ഥകൾ നിങ്ങൾ പാലിക്കുന്നില്ലെങ്കിൽ നിങ്ങളൊരു NRI ആയിരിക്കണം. അതല്ലെങ്കിൽ നിങ്ങൾ 182 ദിവസത്തിന് താഴെ ഇന്ത്യയിൽ താമസിച്ചാലും നിങ്ങളൊരു NRI ആയിട്ട് കണക്കാക്കും. ഇനി എന്താണ് NRI ബാങ്ക്, അതായത് NRIസിന് വേണ്ടിയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അത് പൊതുവെ 2 തരം ബാങ്ക് അക്കൗണ്ടുകളാണ് NRIസ് സാധാരണ സർവീസ് ചെയ്യുന്നത്. ആദ്യത്തെ NRE അക്കൗണ്ടും രണ്ടാമത്തെ NRO അക്കൗണ്ടും. എന്താണ് NRE അക്കൗണ്ട്? അതായത് നിങ്ങളുടെ വിദേശത്ത് നിന്നുള്ള വരുമാനം ഇന്ത്യയിൽ സൂക്ഷിക്കാൻ സഹായിക്കുന്ന അക്കൗണ്ടാണ് NRE അക്കൗണ്ട്. ഇനി എന്താണ് NRO അക്കൗണ്ട്? അതായത് NRI ആയിട്ടുള്ള ഒരാൾക്ക് ഇന്ത്യയിൽ നിന്നുള്ള വരുമാനം ഉണ്ടാവും. ആ വരുമാനം ഇന്ത്യയിൽ സൂക്ഷിക്കാൻ സഹായിക്കുന്ന നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടാണ് NRO അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയം എന്ന് പറയുന്നത്, NRI ആയിക്കഴിഞ്ഞാൽ നിലവിലുള്ള ബാങ്ക് അക്കൗണ്ട് SBI അക്കൗണ്ട് എന്ത് ചെയ്യും? നിങ്ങൾ NRI ആയിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ ബാങ്കിന് ഒരു മെയിൽ അയച്ചോ അല്ലെങ്കിൽ വിളിച്ചോ പറഞ്ഞിട്ട് നിങ്ങളുടെ നോർമൽ SBI അക്കൗണ്ട് എന്ത് ചെയ്യണം? ഉടനെ തന്നെ ഒരു NRO അക്കൗണ്ടായിട്ട് കൺവേർട്ട് ചെയ്യണം. ഇതാണ് നിയമം. ഇനി എന്താണ് റീപാട്രിയേഷൻ ബെനിഫിറ്റ്? അതായത് ഇവിടെയും NRO അക്കൗണ്ടുകൾ നമ്മൾ വീണ്ടും പരിഗണിക്കണം. അതായത് NRI ആയ ഒരു വ്യക്തിക്ക് NRI അക്കൗണ്ടിലും NRO അക്കൗണ്ടിലും പണമുണ്ടെങ്കിൽ നിങ്ങളുടെ പണം വിദേശ കറൻസിയിൽ വന്നത് ആയതുകൊണ്ട് നിങ്ങളുടെ NRI അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾ ചെയ്ത ഇൻവെസ്റ്റ്മെൻറ്റുകൾ, ആ ഇൻവെസ്റ്റ്മെൻറ്റുകളെല്ലാം NRI അക്കൗണ്ടിലേക്ക് തന്നെ തിരിച്ചു വരും. അപ്പോൾ ഇങ്ങനെ വന്നതിന് ശേഷം നിങ്ങൾ വിദേശത്ത് നിങ്ങളുടെ ആ രാജ്യത്ത് ഒരു വീട് വയ്ക്കുന്നതിനോ അല്ലെങ്കിൽ വീട് വാങ്ങുന്നതിനോ തിരിച്ച് ആ രാജ്യത്തേക്ക് തന്നെ കൊണ്ടുപോകുന്നതിനെയാണ് റിപ്പാട്രിയേഷൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇനി NRI അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾ പണം തിരികെ കൊണ്ടുപോകാനായിട്ട് വളരെ ഈസിയാണ്. പക്ഷെ എന്നാൽ NRO അക്കൗണ്ടിലേക്ക് വരുന്ന പണം നിങ്ങൾക്ക് തിരിച്ച് വിദേശത്തേക്ക് കൊണ്ടുപോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ NRI അക്കൗണ്ടിലെ പണം മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റിലോ ചെയ്യുമ്പോൾ NRIയിൽ നിന്ന് മാത്രം ചെയ്യുക. NRO അക്കൗണ്ടിലെ പണം അത് NRO സ്റ്റാറ്റസിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ബാങ്കിൽ വരുന്ന പണം എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അതായത് NRI അക്കൗണ്ടിൽ സാധാരണ NRIs ചെയ്യുന്നത് NRI FDകളാണ്. ഒരു വർഷം FDയുടെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത് അത് 365 ദിവസത്തിനുള്ളിൽ ക്ലോസ് ചെയ്താൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് ടാക്സബിൾ അല്ല. എന്നാൽ NRO അക്കൗണ്ട് ആണെങ്കിൽ ഒരു വർഷത്തിൽ 365 ദിവസം ആയില്ലെങ്കിലും FDയുടെ ഇൻട്രസ്റ്റ് കിട്ടും. പക്ഷെ എന്നാൽ NRIയിൽ നിന്നും NROയിലേക്ക് മാറ്റിയിട്ട് FD ഇട്ട് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് കിട്ടും, പക്ഷേ ടാക്സ് അതിലുണ്ടായിരിക്കും. ഇപ്പോൾ തിരിച്ച് വിദേശത്തേക്ക് റിപ്പാട്രിയേറ്റ് ചെയ്യാനും വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇനി മ്യൂച്വൽ ഫണ്ട് നിക്ഷേപമാണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ചെക്ക് ഉപയോഗിച്ച് NRE അക്കൗണ്ടിൽ നിന്നും മ്യൂച്വൽ ഫണ്ടിലേക്ക് നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് റിപ്പാട്രിയേഷൻ ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. അതായത് നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുപോകാം. പക്ഷേ അതിനുള്ള ടാക്സേഷൻ എന്ന് പറയുന്നത് നോർമലി ഇന്ത്യയിലെ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള ടാക്സേഷൻ ആയിരിക്കും. അതായത് നിങ്ങൾക്ക് കിട്ടിയ ലാഭത്തിൻ്റെ 20%, ഷോർട്ട് ടേം ആണെങ്കിൽ ടാക്സ് കൊടുക്കുക, ലോങ് ടേം ആണെങ്കിൽ 12.5% ടാക്സ് കൊടുക്കണം. ഇനി 1.5 ലക്ഷം രൂപ കഴിഞ്ഞിട്ടായിരിക്കും, അതായത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ നിങ്ങൾക്ക് 1.5 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ 1.5 ലക്ഷത്തിന് മുകളിൽ വരുന്നതിനായിരിക്കും 12.5% കൊടുക്കുന്നത്. ഇതിന് TDS എന്തായാലും കട്ട് ചെയ്യും. ഇനി NRO ചെക്ക് ഉപയോഗിച്ചാൽ, അതായത് NRO അക്കൗണ്ടിൽ നിന്ന് ചെയ്താൽ ഇതിനെന്ത് റീപാട്രിയേഷൻ ബെനിഫിറ്റ് ഉണ്ടാവില്ല. അതായത് നിങ്ങൾക്ക് പുറമേക്ക് തിരിച്ചു കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. ബാക്കിയെല്ലാം സെയിം ആയിരിക്കും. ടാക്സേഷൻ എല്ലാം മുകളിൽ പറഞ്ഞു തന്നെയായിരിക്കും. TDSും നിങ്ങളുടെ അടുത്ത് കട്ട് ചെയ്യും. ഇനി സ്റ്റോക്ക് മാർക്കറ്റിൽ NRIസിന് എങ്ങനെ നിക്ഷേപിക്കുക എന്നുള്ളതാണ്. NRI സ്റ്റാറ്റസിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ബാങ്കിൽ ഒരു PIS അക്കൗണ്ട്, അതായത് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ NRI ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾ ഈ PIS അക്കൗണ്ടിലേക്കാണ് പണം ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോൾ അതിനുശേഷം ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ബ്രോക്കറുടെ അടുത്ത് നിങ്ങൾ എന്തെങ്കിലും ട്രേഡിംഗ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഈ ട്രേഡിംഗ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആയാൽ നിങ്ങൾക്ക് സ്റ്റോക്ക് മേടിക്കുകയും വിൽക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് ബ്രോക്കർ ഈ പണം സെറ്റിൽ ചെയ്യാനായിട്ട് നിങ്ങളെ അവർ സെറ്റിൽമെൻറ്റ് എമൗണ്ടൊക്കെ മേടിക്കുന്നത് ഈ PIS അക്കൗണ്ടിൽ നിന്നായിരിക്കും, ആ ബാങ്കിൽ നിന്നായിരിക്കും മേടിക്കുന്നത്. അപ്പം ഈ PIS അക്കൗണ്ടിൽ നിന്നും ബ്രോക്കറുടെ അക്കൗണ്ടിലേക്ക് വേണം ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ NRI അക്കൗണ്ടിൽ ഒരു PIS അക്കൗണ്ടിലേക്ക് നമ്മൾ ഒരു 1 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തു.
എന്നിട്ട് 50,000 രൂപയുടെ സ്റ്റോക്ക് മേടിച്ചെന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ 50,000 രൂപ സെറ്റിൽ ചെയ്യുന്നത് ഈ PIS ബാങ്കർ ആയിരിക്കും ഈ ബ്രോക്കർക്ക് സെറ്റിൽ ചെയ്യുന്നത്. അപ്പോൾ PIS ബ്രോക്കർ ഈ 50,000 രൂപ എന്ത് ചെയ്യും, അയാളുടെ ബ്രോക്കറുടെ അടുത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇനി സെല്ല് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളൊരു ട്രേഡിംഗ് അക്കൗണ്ടിൽ 50,000 രൂപ സ്റ്റോക്ക് വിറ്റ് കഴിഞ്ഞാൽ ഈ 50,000 രൂപ ഈ ബ്രോക്കർ PIS അക്കൗണ്ടിലായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ PIS അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിയുന്ന സമയത്ത് ആ PIS ബാങ്ക് അക്കൗണ്ടിൽ ആ പൈസ ഒന്ന് എടുക്കും. ഇതിന് TDS കട്ട് ചെയ്യുന്നത് ആരായിരിക്കും? PIS ബാങ്കർ ആയിരിക്കും TDS കട്ട് ചെയ്യുന്നത്, ബ്രോക്കർ അല്ലായിരിക്കും ഇത് TDS കട്ട് ചെയ്യുന്നത്. ടാക്സേഷൻ എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള ഇന്ത്യയിലെ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന ടാക്സേഷനാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെയുള്ള ടാക്സേഷനാണ്. ഇനി NRO അക്കൗണ്ടിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് PIS ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു നോർമലായിട്ടൊരു ബ്രോക്കറുടെ അടുത്ത് നിന്ന് ഒരു ട്രേഡിംഗ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ആ NRO അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് നേരിട്ട് ഈ ബ്രോക്കർ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്നിട്ട് ഈ പൈസയ്ക്ക് നിങ്ങൾക്ക് സ്റ്റോക്ക് മേടിക്കാം, വിൽക്കാം. അപ്പോൾ ഡയറക്റ്റ് നിങ്ങളുടെ അതിൻ്റെ ഇടയ്ക്ക് ഒരു PIS അക്കൗണ്ട് എന്ന് പറയുന്നൊരു അക്കൗണ്ട് വരുന്നില്ല. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും ബ്രോക്കറുടെ ട്രേഡിംഗ് അക്കൗണ്ടും ഇത് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. പക്ഷെ എന്നാൽ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ TDS കട്ട് ചെയ്യുന്നത് ബ്രോക്കർ ആയിരിക്കും കട്ട് ചെയ്യുന്നത്. അതാണ് ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ NRA ആണെങ്കിൽ PIS ബാങ്കർ ആയിരിക്കും, NRO ആണെങ്കിൽ ബ്രോക്കർ ആയിരിക്കും കട്ട് ചെയ്യുന്നത്. എന്നാൽ ഈ പറഞ്ഞ NRE ആയാലും നിങ്ങൾക്ക് NRO ആയാലും നിങ്ങൾക്ക് ഇന്ത്യയിലിരുന്നോ അല്ലെങ്കിൽ വിദേശത്തിരുന്നോ, അതായത് ബ്രോക്കറുടെ ട്രേഡിംഗ് ആപ്പ് വഴിയോ വെബ് പ്ലാറ്റ്ഫോം വഴിയോ നിങ്ങൾക്ക് ട്രേഡിംഗ് എല്ലാം ചെയ്യാൻ പറ്റും. ഇപ്പോൾ NRIസിന് നല്ല രീതിയിൽ റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റുന്ന മേഖലയാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ മ്യൂച്വൽ ഫണ്ട്സ് എല്ലാം. പക്ഷെ എന്നായിട്ട് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. ഏകദേശം ഒരു 19 വർഷത്തിൽ കൂടുതലായിട്ട് ഈ മേഖലയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ടീമാണ് ഞങ്ങളുടെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കാൻ പറ്റും. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റോ അതിൻ്റെ ഏത് ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് ഞങ്ങളെ അസിസ്റ്റൻസിന് ഞങ്ങളെ വിളിക്കാം. We are here to create investment winners. Thank you.